രക്ഷയുടെ പാതയിൽ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ കുട്ടികളെ, നമ്മൾ വീണ്ടും ഒരു ദിവസം കണ്ടുമുട്ടിയിരിക്കുകയാണ്. നല്ല ദൈവത്തിന് നമ്മൾക്ക് നന്ദി പറയാം. പ്രിയ കുട്ടികളെ, 12ാം ക്ലാസ്സിൻ്റെ വിശ്വാസ പരിശീലന ക്ലാസ്സുകളിലൂടെ നമ്മൾ കടന്ന് 6ാമത്തെ പാഠത്തിൽ എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ ബഹുമാനപ്പെട്ട ജോബി സാറ് 5ാമത്തെ ക്ലാസ് വളരെ മനോഹരമായി നിങ്ങൾക്ക് എടുക്കുകയുണ്ടായി. ആ ക്ലാസ്സുകളൊക്കെ പഠിച്ചു എന്ന് സാറ് വിശ്വസിക്കുകയാണ്. അങ്ങനെ നമ്മൾ 6ാമത്തെ പാഠത്തിൽ എത്തി നിൽക്കുമ്പോൾ ബൈബിൾ എഴുതപ്പെട്ട ദൈവവചനം എന്ന പാഠത്തിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. പ്രിയ കുട്ടികളെ, പൊതുവെ പറയുകയാണെങ്കിൽ ഇതൊരു വലിയ കടലാണ് ബൈബിളിനെ കുറിച്ചുള്ള പഠനങ്ങൾ എന്ന് നമ്മൾക്കറിയാം. നമ്മളുടെ ഈ സമയത്ത് ഇത് ചുരുക്കുക എന്നുള്ളത് തീർത്തും അപ്രാപ്യമാണെങ്കിലും നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ശ്രമിക്കാം. അതിനു മുമ്പ് സാർ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ? ഒറ്റ ചോദ്യം മതി അല്ലേ? നിങ്ങൾക്കറിയാം. സാർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. 5ാം പാഠം ജോബി സാർ നിങ്ങളെ പഠിപ്പിച്ചപ്പോൾ കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരണം എന്ന് സാർ പറയുകയുണ്ടായി. ആ പാഠത്തിൻ്റെ രത്നച്ചുരുക്കം നിങ്ങൾ പഠിച്ചോ? ജസ്റ്റ് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം അല്ലേ? എന്തായിരുന്നു 5ാമത്തെ പാഠം? എന്തായിരുന്നു അതിൻ്റെ പേര്? പറഞ്ഞോളൂ, ഉറക്കെ പറഞ്ഞോളൂ. ക്രിസ്തീയ ജീവിതം, തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടം എന്നുള്ളതായിരുന്നു സാർ നിങ്ങളെ പഠിപ്പിച്ചത്. ചുരുക്കി പറയുകയാണെങ്കിൽ ആ പാഠം എങ്ങനെയുള്ള പോരാട്ടമാണ് ക്രിസ്തീയ ജീവിതം, എന്തിനെതിരെയാണ് നമ്മൾ പോരാടേണ്ടതെന്ന് സാറ് പറഞ്ഞു തരികയുണ്ടായി. ആ പോരാട്ടത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് സാറ് നിങ്ങളെ പഠിപ്പിക്കുകയുണ്ടായി. ആ തലങ്ങൾ നിങ്ങൾക്കറിയാവോ എന്ന് സാറൊന്ന് ചോദിക്കുകയാണ്. കുറച്ച് തലങ്ങൾ. എന്തൊക്കെയാണ് ആ തലങ്ങൾ? പറഞ്ഞോളൂ, ഒന്ന് ഓർത്തെടുക്കൂ. നമ്മൾ ഈ പുതിയ പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് റിവൈസ് ചെയ്യൂ. പോരാട്ടത്തിൻ്റെ ആന്തരിക തലം, ബാഹ്യതലം എന്നിങ്ങനെ 2 തലങ്ങളുണ്ട് അല്ലേ? പോരാട്ടത്തിൻ്റെ 2 തലങ്ങളുണ്ട്. ആന്തരിക തലത്തിലുള്ള പോരാട്ടമുണ്ട്, ബാഹ്യതലത്തിലുള്ള പോരാട്ടമുണ്ട്. പിന്നെ നമ്മൾ തിന്മയ്ക്കെതിരെ ജാഗ്രത പുലർത്തണം, കൂദാശകളിലൂടെ ശക്തിപ്പെടണം, ദൈവവചനം വായിച്ച് അത് പാലിച്ച് നമ്മൾ ജീവിക്കണം, പ്രാർത്ഥനയിലൂടെ കരുത്താർജിക്കണം. ഇങ്ങനെ കൂട്ടായ്മയിൽ വർത്തിച്ച് പ്രാർത്ഥനയിലൂടെ കരുത്താർജിച്ച് ദൈവവചനത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് വചനത്തെ പഠിച്ച് കൂദാശകളിലൂടെ നമ്മൾ ആത്മീയമായി വളരുമ്പോൾ ഏത് തിന്മകളെയും നമ്മൾക്ക് നേരിടാൻ സാധിക്കും എന്നാണ് 5ാമത്തെ പാഠം നമ്മൾ പഠിച്ചതെങ്കിൽ, പ്രിയ കൂട്ടുകാരെ, നമ്മൾ 6ാമത്തെ പാഠത്തിൽ എത്തി നിൽക്കുമ്പോൾ ബൈബിൾ എഴുതപ്പെട്ട ദൈവവചനം എന്നുള്ള പാഠത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. നമ്മൾക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ദൈവവചനത്തെ ആഴമായി കാണാൻ വേണ്ടി പോവുകയാണ്. ദൈവവചനത്തിലൂടെ നീ തന്നെ വെളിപ്പെടുത്തിയതുപോലെ ഞങ്ങളുടെ ഉള്ളിലും ആഴമായ വചനങ്ങൾ പതിയുന്നതിനും അതുപോലെ തന്നെ നല്ല ദൈവമക്കളായി മാറുന്നതിനും ഞങ്ങളെ ശക്തരാക്കണമേ. അമ്മേ മാതാവേ, സ്വർഗീയ മധ്യസ്ഥരെ, സകല വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ കുട്ടികളെ, നമ്മൾക്കൊരു വചനം വായിച്ച ക്ലാസ്സിലേക്ക് കടക്കാം. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 1-ാമത്തെ അധ്യായം 1-2 തിരുവചനങ്ങളാണ് നമ്മൾക്കിന്ന് ലഭിച്ചിരിക്കുന്നത്. നമ്മൾക്കതൊന്ന് നോക്കാം. പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടുന്ന് സകലത്തിൻ്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. പ്രിയ കുട്ടികളെ, ഇവിടെ നമ്മൾ കണ്ടത് എല്ലാം സൃഷ്ടിക്കപ്പെട്ടതും എല്ലാം ഉരുവായതും ദൈവം വഴിയാണെന്നും ആ ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത്, ദൈവിക വെളിപാട് സംഭവിക്കുന്നത്, നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടുന്നതും വചനങ്ങളിലൂടെയാണെന്നും ഉറപ്പാണല്ലോ നിങ്ങൾക്ക്. ഇനി നമ്മൾക്ക് ആഴമായി ഈ ക്ലാസ്സിലേക്ക് ഒന്ന് സഞ്ചരിക്കാം. പ്രിയ കുട്ടികളെ, ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൈവവചനം നമ്മളെപ്പോഴും വായിക്കുന്നതാണ് അല്ലേ? ദ വേർഡ് ഓഫ് സോഡ് ഈസ് ആക്റ്റീവ് ആൻഡ് അലൈവ്. ദൈവവചനം സജീവവും ഊർജ്ജസ്വലവുമാണെന്നും അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണെന്നും നമ്മൾ കാണുകയുണ്ടായി. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ തിരുവചനമാണിത്. ദൈവവചനം സജീവമാണ്, അതുപോലെ തന്നെ ഊർജ്ജസ്വലമാണ്. നിങ്ങളെപ്പോലെ തന്നെ ഊർജ്ജസ്വലമാണ് ദൈവവചനം. അല്ലേ? നിങ്ങൾ ഊർജ്ജസ്വലരല്ലേ? യുവാക്കളായ നിങ്ങളും ഊർജ്ജസ്വലരായിരിക്കുക.
ദൈവവചനം വായിച്ച് കൂടുതൽ നിങ്ങൾ ഊർജ്ജസ്വലരാകുക. അപ്പോൾ ദൈവവചനത്തിൻ്റെ ഒരു മാസ്മരികമായ ശക്തിയാണ്, അതെന്നും നിലനിൽക്കുന്നതാണ്. സ്റ്റിൽ എലൈവ് അല്ലേ? അന്ന് മുതൽ ഇന്ന് വരെയും യുഗാന്ത്യം വരെ നിലനിൽക്കുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റിൽ ആക്റ്റീവ്, എപ്പോഴും ആക്റ്റീവായി നിൽക്കുന്നതുമാണ്. പ്രിയ കുട്ടികളെ, ആ വചനത്തിൽ നമ്മൾക്ക് വേരൂന്നി നിൽക്കാം. നിങ്ങൾക്കിവിടെ 3 പ്രധാനപ്പെട്ട വ്യക്തികളെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും സ്ക്രീനിൽ. ആരൊക്കെയാണത്? 1 മഹാത്മാഗാന്ധി, 2 നെൽസൺ മണ്ടേല, 3 മാർട്ടിൻ ലൂതർ ആണല്ലേ, സീനിയർ മാർട്ടിൻ ലൂതർ കിങ് ആണ്. എന്താണ് സാർ ഈ 3 പേരെയും നിങ്ങളെ കാണിക്കുന്നതെന്ന് അറിയാവോ? ഗാന്ധി, മണ്ടേല ആൻഡ് മാർട്ടിൻ ലൂതർ കിങ് വെർ ഇൻസ്പയർഡ് ബൈ ദ ടീച്ചിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, എക്സ്പെഷ്യലി ദ സെർമൺ ഓൺ ദ മൗണ്ട്. അതായത് ഈ 3 പേരും ഏറ്റവും കൂടുതൽ ആകൃഷ്ടരായതും ഈ ഈശോയുടെ മലയിലെ പ്രസംഗം, അഷ്ടസൗഭാഗ്യങ്ങൾ എന്ന് പറയുന്ന ആ ഭാഗമാണ് ഇവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഘടകം. നമ്മൾക്കറിയാം ഈ 3 പേരും ഫൈറ്റേഴ്സ് ആയിരുന്നു. എന്ത് ഫൈറ്റേഴ്സ് ആയിരുന്നവർ? 3 തരത്തിലുള്ള ഫൈറ്റേഴ്സ് ആയിരുന്നവർ. മഹാത്മാഗാന്ധി അഹിംസ എന്ന സമരമുറയിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി പരിശ്രമിച്ചു എങ്കിൽ നെൽസൺ മണ്ടേലയും മാർട്ടിൻ ലൂതർ കിങ്ങും വർണ്ണവിവേചനത്തിനെതിരെയും സൗത്ത് ആഫ്രിക്കയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും നെൽസൺ മണ്ടേല പോരാടിയപ്പോൾ മാർട്ടിൻ ലൂതർ കിങ് അമേരിക്കയിലെ ആഫ്രിക്കൻ വംശജർ അനുഭവിക്കുന്ന ആ കഷ്ടപ്പാടിനെതിരെ, ആ വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയവരാണ്. ഈ 3 പേരുടെയും സമരമാർഗങ്ങൾ തമ്മിൽ വളരെ സിമിലാരിറ്റീസ് ഉണ്ട്. ആ സമരമാർഗങ്ങൾ ഒക്കെ ഉരുത്തിരിഞ്ഞു വന്നത് ഈ ബൈബിൾ വചനത്തിലൂടെയാണ്. ഈശോ പറഞ്ഞ ഈ ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് പൊതുവേ നമ്മൾ പറയുന്ന ആ വചനം, സെർമൺ ഓഫ് ദി മൗണ്ട് എന്ന് പറയുന്ന ആ വചനത്തിലൂന്നിയാണ് അവരുടെ സമരമുറകളൊക്കെ അവർ ചിട്ടപ്പെടുത്തിയത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 1 മുതൽ 12 വരെയുള്ള ആ തിരുവചനങ്ങളാണ് മഹാത്മാഗാന്ധിയെ സ്വാധീനിച്ചതെന്ന് അദ്ദേഹം തൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെയാണ് നെൽസൺ മണ്ടേലയും അതുപോലെ തന്നെ മാർട്ടിൻ ലൂതറിനെയും ഒക്കെ സ്വാധീനിച്ച ഘടകം എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം. പ്രിയ കുട്ടികളെ, ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്ന ഈ വചനത്തിൽ ഈശോ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആരാണ് അനുഗ്രഹീതരാകുന്നത്? അതിന് 3 ഉത്തരമാണ് ഈശോ പറയുന്നത്. 1 ദ മീക്ക്. ദ മീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൈൽ എന്ന് പറഞ്ഞാൽ എളിമയുള്ളവർ, വിനയമുള്ളവർ അനുഗ്രഹിക്കപ്പെടും. 2 ദോസ് ഹൂ മേക്ക് പീസ്, സമാധാനം സ്ഥാപിക്കുന്നവരാണ് അനുഗ്രഹിക്കപ്പെടുക. അതിൻ്റെ രത്നച്ചുരുക്കമാണ് സാർ പറയുന്നത്. 3 പറയുന്നത് ദോസ് ഹൂ ഷോ മേഴ്സി ടു അതേഴ്സ്, മറ്റുള്ളവരോട് ദയ കാണിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും എന്നാണ് ഈ വചനത്തിൻ്റെ കാതലായ ഭാഗമെന്ന് നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. പ്രിയ കുട്ടികളെ, ബൈബിൾ എന്ന് പറയുന്നത് സാർ നിങ്ങളോട് പറഞ്ഞു ഒരു ഓഷനാണ്, പഠിക്കാൻ ഒത്തിരിയേറെ ഉണ്ടെങ്കിലും നമ്മൾക്കതിനെ ചുരുക്കി പറയുമ്പോൾ ഒരു മതഗ്രന്ഥം എന്ന നിലയിൽ ബൈബിളിൻ്റെ പ്രാധാന്യം എന്ന ഒരു ഹെഡിങ് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കാണാം. പക്ഷേ സാർ പറയട്ടെ, ഒരു പുസ്തകം എന്ന നിലയിൽ ബൈബിളിൻ്റെ പ്രാധാന്യം നമ്മൾക്ക് ആദ്യം നോക്കാം. മതഗ്രന്ഥം എന്ന നിലയിൽ നമ്മൾക്കറിയാം അത് ദൈവിക വെളിപാടാണ് അതിലൂടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്, പഠിക്കാൻ സാധിക്കുന്നതെങ്കിൽ അതിൻ്റെ മാസ്മരികത ഒരു പുസ്തകം എന്ന നിലയിലാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. എന്താണെന്നറിയാമോ? ലോക ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഒരു മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ബൈബിൾ എന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഏറ്റവും അധികം ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട പുസ്തകവും ബൈബിളല്ലാതെ വേറൊന്നുമല്ല. അതിൻ്റെ വ്യാപ്തി നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ 2454 ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട ലോകത്തിലെ ഏക പുസ്തകം ബൈബിളാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. അതുമാത്രമല്ല, അതിൻ്റെ വിവർത്തനം, അതിൻ്റെ സമ്പൂർണ്ണ വിവർത്തനം 1168 ഭാഷകളിൽ സംഭവിച്ചുവെങ്കിൽ പുതിയ നിയമം മാത്രം 848 ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രമാത്രം നമ്മളുടെ ബൈബിളിൻ്റെ പ്രസക്തി ഒരു പുസ്തകമെന്ന നിലയിലും ദൈവത്തിൻ്റെ വചനം എന്ന നിലയിലും ഏറ്റവും കൂടുതൽ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട പുസ്തകമെന്ന നിലയിലും ഇന്നു വരെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതികൾ വിറ്റഴിച്ച പുസ്തകമെന്നുള്ള നിലയിലും ബൈബിളിൻ്റെ പ്രാധാന്യം അത്രയേറെ മഹത്തരമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ലോകത്തിലെ വലിയൊരു ഭാഗം മനുഷ്യർക്ക് അനുദിന ജീവിതത്തിൽ മാർഗദർശിയാണ്. അതിനെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ 12ഓളം അമേരിക്കൻ പ്രസിഡന്റുമാർ, ഒത്തിരിയേറെ ശാസ്ത്രജ്ഞന്മാർ, ചരിത്രകാരന്മാർ, അതുപോലെ തന്നെ ഒത്തിരിയേറെ ആൾക്കാർ, പൊളിറ്റീഷ്യൻസ്, ഫിലോസഫേഴ്സ്, ഇവരെ ഒക്കെ സ്വാധീനിച്ച ഒരു അത്ഭുത മതഗ്രന്ഥമാണ്, ഒരു അത്ഭുത പുസ്തകമാണ് ദൈവിക വെളിപാട് നമ്മൾക്ക് വെളിപ്പെടുത്തിയ വിശുദ്ധ വേദപുസ്തകം എന്ന് നമ്മൾക്ക് അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി സാധിക്കും. പ്രിയ കുട്ടികളെ, ദൈവം മനുഷ്യ ചരിത്രത്തിലൂടെ നടത്തിയിട്ടുള്ള വെളിപാടുകളിലൂടെയാണ് ദൈവവചനം നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് നമ്മൾക്കറിയാം. അതിനൊരു ഫോർമുലയുണ്ട്, പാരമ്പര്യം പ്ലസ്, നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഒരു ഇക്വേഷൻസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ഇക്വേഷൻസ് ഇങ്ങനെയാണ്:
നിങ്ങൾ ഓർത്ത് വെക്കുക, അതൊരു പരീക്ഷയ്ക്ക് നമ്മൾ സയൻസിൻ്റെ ഇക്വേഷൻസ് ഒക്കെ പഠിക്കുന്ന പോലെ പാരമ്പര്യം പ്ലസ് ബൈബിൾ സമം ദൈവിക വെളിപാട് എന്നാണ് പറയുന്നത്. പ്രിയ കുട്ടികളെ, ദൈവിക വെളിപാട് സംഭവിച്ചത്, അതിൻ്റെ പ്രസക്തി ബൈബിളിലൂടെ എത്രമാത്രം പ്രസക്തമാണെന്ന് നമ്മൾക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ ചരിത്ര പുസ്തകം എന്നുള്ള നിലയിൽ ബൈബിളിൻ്റെ പ്രസക്തി നമ്മൾ കണ്ടു എങ്കിൽ ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ദൈവിക വെളിപാടിൻ്റെ ചരിത്രമാണ്. ദൈവിക വെളിപാടിൻ്റെ ചരിത്രം നമ്മൾക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തി തന്നെയാണ് ദൈവിക വെളിപാട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവാവിഷ്കരണം എന്ന് പറയുന്നത്. നമുക്ക് ചുരുക്കി വേണമെങ്കിൽ പറയാം, ദൈവം തന്നെ വെളിപ്പെടുത്തിയതിനെയാണ് ദൈവിക വെളിപാട് എന്ന് പറയുന്നത്. ഈ ദൈവിക വെളിപാട് നടക്കുന്നത് 3-4 ഘട്ടങ്ങളായിട്ടാണ്. എങ്ങനെയൊക്കെയാണ് ഈ ദൈവിക വെളിപാട് നടക്കുന്നത് എന്ന് നമ്മൾക്ക് നോക്കാം. ഒന്ന്, സൃഷ്ടിയിലൂടെയുള്ള ദൈവിക വെളിപാടാണ്. സൃഷ്ടികർമ്മം മുഴുവൻ നമ്മൾക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മഹത്വം നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. കൂടുതൽ ഡെപ്തായിട്ട് നമ്മൾക്ക് പോകാൻ സാധിക്കില്ല. സൃഷ്ടികളിലൂടെയുള്ള ദൈവിക വെളിപാട്. രണ്ടാമത്, ദൈവിക വെളിപാട് വന്നത് സന്ദേശവാഹകരിലൂടെയാണ്. അതായത് കാലാകാലങ്ങളിൽ പ്രവാചകന്മാർ വഴിയും അതുപോലെ തന്നെ പൂർവ്വപിതാക്കന്മാരായ അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ് എന്നിവർ വഴിയും മോശ, ജോഷുവ, ന്യായാധിപന്മാർ, രാജാക്കന്മാർ എന്നിവർ വഴിയും സന്ദേശവാഹകരിലൂടെയുള്ള ദൈവിക വെളിപാട് സംഭവിച്ചു. ഇനി ഈശോ, ഈ ദൈവിക വെളിപാടിൻ്റെ പൂർത്തീകരണം, പൂർണ്ണത ആരാണ്? നമ്മൾക്കെല്ലാം അറിയാം അല്ലേ? ഈശോയാണ് ദൈവിക വെളിപാടിൻ്റെ പൂർത്തീകരണം അല്ലെങ്കിൽ പൂർണ്ണത എന്ന് പറയുന്നത്. ദൈവവചനവും ഈശോയും ഒന്ന് തന്നെയാണെന്ന് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈശോയാണ് ദൈവിക വെളിപാടിൻ്റെ പൂർണ്ണത. ദൈവിക വെളിപാടും തിരുസഭയും എന്ന ഒരു ഹെഡിങ് നിങ്ങൾ കണ്ടില്ലേ? ഇനി എന്താണ് ദൈവിക വെളിപാടും തിരുസഭയും? ഈ ദൈവിക വെളിപാട്, ഈ ദൈവവചനം വ്യാഖ്യാനിക്കാനും അത് കൈമാറാനും ഉള്ള അധികാരം ലഭിച്ചിരിക്കുന്നത് തിരുസഭയ്ക്കാണ്. കാരണം ഈശോയാണ് സഭയുടെ ശിരസ് എന്ന് നമ്മൾക്കറിയാം. നമ്മളെല്ലാം ആ ഈശോയാകുന്ന ആ ശരീരത്തിലെ, ഭൗതിക ശരീരത്തിലെ അംഗങ്ങളായതുകൊണ്ട് തന്നെ സഭയ്ക്കാണ് ഇതിനുള്ള അധികാരം നൽകപ്പെട്ടിരിക്കുന്നത്. ദൈവിക വെളിപാട് വ്യാഖ്യാനിക്കാനും അതുപോലെ തന്നെ പഠിപ്പിക്കാനുമുള്ള അധികാരം ലഭിച്ചിരിക്കുന്നതും സഭയ്ക്കാണ്. ഇനി ബൈബിൾ ദൈവവചനത്തിൻ്റെ ലിഖിത രൂപമാണ് എന്ന് നമ്മൾക്ക് അറിയാൻ സാധിക്കും അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ബൈബിൾ വായിക്കുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അത് ലിഖിത രൂപമാണ്. ദൈവം തിരുസഭയെ ഭരമേൽപ്പിച്ച ദൈവിക വെളിപാട് ലിഖിത രൂപത്തിലായവ മാത്രമേ വിശുദ്ധ ബൈബിളിലുള്ളൂ എന്ന് നമ്മൾക്കറിയാം അല്ലേ? അത് ലിഖിത രൂപത്തിലാണ് എഴുതി വച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. പ്രിയ കുട്ടികളെ, ബൈബിളിനെ ഒറ്റ നോട്ടത്തിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ ഭാഷ, പുതിയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളും ഏതു ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്കറിയാവോ? ഗ്രീക്ക് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ മത്തായിയുടെ സുവിശേഷം മാത്രം അറമായ ഭാഷയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ബാക്കി പുതിയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളും ഗ്രീക്കിലാണ് എഴുതിയിരിക്കുന്നത്. 73 പുസ്തകങ്ങളുടെ ഒരു സംഗ്രഹമാണ് ബൈബിൾ എന്ന് നിങ്ങൾക്കറിയാം. 46 പഴയ നിയമഗ്രന്ഥങ്ങളും 27 പുതിയ നിയമഗ്രന്ഥങ്ങളും അടങ്ങിയതാണ് ബൈബിൾ. ബൈബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം പുസ്തകം എന്നാണ്. ബിബ്ലിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഇത് വന്നതെന്നും നിങ്ങൾക്കറിയാം. ഇതാണ് ബൈബിളിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾക്ക് ആദ്യം കാണാൻ വേണ്ടി സാധിക്കുന്നത്. ബൈബിളിലാകെ 1334 അധ്യായങ്ങളുണ്ട്. പഴയ നിയമത്തിൽ 1074 പുതിയ നിയമത്തിൽ 260 അധ്യായങ്ങളാണ് ബൈബിളിലുള്ളത്. ഇതാണ് ബൈബിളിനെക്കുറിച്ച് നമ്മൾ ഏകദേശം പഠിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി ബൈബിളിനെ 2 തരംതിരിച്ചിരിക്കുന്നു നിങ്ങൾക്കറിയാം, പുതിയ നിയമവും പഴയ നിയമവും. ഈ പഴയ നിയമം തന്നെ അതിനെ തന്നെ 3 ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിൽ 1 നിയമങ്ങൾ, 2 പ്രവാചകന്മാർ, 3 ലിഖിതങ്ങൾ എന്നിങ്ങനെ 3 തരച്ചിരിക്കുന്നു. ക്രൈസ്തവ പാരമ്പര്യം അനുസരിച്ച് നിയമങ്ങൾ എന്ന് പറയുമ്പോൾ പഞ്ചഗ്രന്ഥിയാണല്ലോ. തോറ എന്ന് പറയുന്ന പഞ്ചഗ്രന്ഥിയാണ്. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, നിയമാവർത്തനം എന്നിവയുള്ളവയാണ്. പുതിയ നിയമഗ്രന്ഥങ്ങളെ നിങ്ങൾക്കറിയാം, സുവിശേഷങ്ങൾ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ, സാർവത്രിക ലേഖനങ്ങൾ, വെളിപാട് എന്നിങ്ങനെയും തിരിച്ചിരിക്കുന്നു. പ്രിയകുട്ടികളെ, ഇത് നമ്മൾക്ക് 1 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ പഠിച്ചാൽ തീരാത്ത വലിയൊരു വിഷയമാണ്. പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ച് ഇതിൻ്റെ എന്താണ് ബൈബിളിനെ കൂടുതൽ അറിയാനും ബൈബിളിൻ്റെ ഈ മാസ്മരികത, ദൈവിക വെളിപാട് സംഭവിച്ചിരിക്കുന്ന ബൈബിളിലൂടെ നമ്മൾക്ക് ഈശോയെ കണ്ടെത്താനും സാധിക്കട്ടെ എന്ന് സാർ ആശംസിക്കുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമുക്ക് വെളിപ്പെടുത്തി തന്ന ദൈവത്തിന് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കാം. വചനം പ്രാർത്ഥനാപൂർവ്വം വായിക്കാനും വചനാനുസരണം ജീവിക്കാനുമുള്ള കൃപയ്ക്കായിട്ടും നമ്മൾക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കുട്ടികളെ, ഈ പാഠത്തിൻ്റെ 1-ാം ഭാഗം നൽകുന്ന ചില ബോധ്യങ്ങൾ ഞാനിവിടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവിക വെളിപാടിൻ്റെ ലിഖിത രൂപമാണ് ബൈബിൾ എന്നുള്ള ബോധ്യം നമ്മൾക്ക് വേണം. അതുപോലെ തന്നെ ദൈവിക വെളിപാടിൻ്റെ സംരക്ഷകയും പ്രഘോഷകയും വ്യാഖ്യാതാവും സഭയാണ് എന്നുള്ള ബോധ്യവും നമ്മൾക്ക് ഉണ്ടാകണം. നമ്മളുടെ മനോഭാവം ഇങ്ങനെയായിരിക്കണം. ബൈബിളിനെ ആദരവോടും പ്രാർത്ഥനയോടും കൂടി കാണുവാനും വായിക്കാനും ദൈവികത മനസ്സിലാക്കുവാനും എപ്പോഴും നമ്മൾ ശ്രമിക്കുമെന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം.
അങ്ങനെ ബൈബിളിനെ സ്നേഹിക്കാം, ബൈബിൾ പഠിക്കാം, ദൈവിക വെളിപാടിനെ കൂടുതൽ മനസ്സിലാക്കി ആ സത്യദൈവത്തെ കൂടുതൽ അറിഞ്ഞുകൊണ്ട് നമ്മൾക്ക് സ്നേഹിക്കാനും വിശ്വസിക്കാനും പ്രഘോഷിക്കാനും സാധിക്കട്ടെ. എനിക്കും യുവാക്കളായ നിങ്ങൾക്കും സാധിക്കട്ടെ. അങ്ങനെ ദൈവിക വെളിപാട് ഈശോയിലൂടെ പൂർത്തിയായതുപോലെ ആ ഈശോയെ നമ്മൾക്കും സ്നേഹിക്കാം, ഈശോയോട് ചേർന്ന് നിൽക്കാം. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.